മെയ് 16 ഈസ്റ്ററിൻ്റെ 7-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. യോഹന്നാൻ 17:20 മുതൽ 26 വരെ വാക്യങ്ങൾ. ഒരു പിതാവിന് കുറച്ച് ആൺമക്കളുണ്ടായിരുന്നു. അവർ തമ്മിൽ നിരന്തരം കലഹിച്ചു. തൻ്റെ പ്രബോധനങ്ങളാൽ അവരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ആ പിതാവ് വിയോജിപ്പിൻ്റെ ദൂഷ്യവശങ്ങളുടെ ഒരു പ്രായോഗിക ദൃഷ്ടാന്തം അവർക്ക് നൽകാൻ തീരുമാനിച്ചു. ഒരു ദിവസം അയാൾ തൻ്റെ മക്കളോട് ഒരു കെട്ട് വിറക് കൊണ്ടുവരാൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ അവൻ ഓരോരുത്തരുടെയും കൈകളിൽ ആ കെട്ടുകൾ ഏൽപ്പിക്കുകയും അതിനെ ഒടിക്കാൻ അവരോട് പറയുകയും ചെയ്തു. സർവശക്തിയും ഉപയോഗിച്ച് അവർ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നെ അവൻ ആ കെട്ടുകൾ പൊട്ടിച്ച് കമ്പുകൾ ഓരോന്നായി എടുത്ത് വീണ്ടും തൻ്റെ മക്കളുടെ കൈകളിൽ വച്ചു. അപ്പോൾ അവർക്ക് അവ എളുപ്പത്തിൽ പൊട്ടിക്കാൻ സാധിച്ചു. തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ ഏക മനസ്സുള്ളവരും പരസ്പരം സഹായിക്കാൻ ഒരുമിക്കുന്നവരുമാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളുടെ എല്ലാ ശ്രമങ്ങളാലും പരിക്കേൽക്കപ്പെടാതെ നിങ്ങൾ ഇതുപോലെ ശക്തരായിരിക്കും. എന്നാൽ നിങ്ങൾ തമ്മിൽ ഭിന്നിച്ചാൽ നിങ്ങൾ എളുപ്പത്തിൽ തകർന്നു പോകും, ഈ കമ്പുകൾ പോലെ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരുന്നു. ചില സമയങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർക്കിടയിൽ ഉടലെടുത്ത പിരിമുറുക്കവും സംഘർഷവും യേശു കണ്ടിട്ടുണ്ട്. അവർ ഭിന്നിക്കുകയും പരസ്പരം കലഹിക്കുകയും ചെയ്താൽ തൻ്റെ ദൗത്യം നിർവഹിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആ വിശ്വാസികൾ ഏത് നൂറ്റാണ്ടിലോ രാജ്യത്തിലോ ജീവിച്ചാലും യേശു ആഗ്രഹിച്ചതുപോലെ, അതായത് ദൈവമായിട്ട് ഒന്നായിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. തൻ്റെ ശിഷ്യന്മാർക്ക് ഈ സ്നേഹനിർഭരമായ ഐക്യം അനുഭവിക്കാൻ സാധിക്കണം. ഭൂമിയിലെ ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ ഉദ്ദേശങ്ങളിലെ ലോകത്തിന് ഐക്യം ഏറ്റവും വലിയ സാക്ഷിയായി മാറുന്നു. യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ ഏകത്വമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പിതാവിനോടുള്ള തൻ്റെ പ്രാർത്ഥനയിൽ മനുഷ്യരായ നമ്മൾ പിതാവിനെ അറിഞ്ഞിട്ടില്ലെന്നും അത് മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും യേശു പറയുന്നു. ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൽ നമ്മെ ഉൾപ്പെടുത്താൻ യേശു ആഗ്രഹിക്കുന്നു. ആത്യന്തിക യാഥാർത്ഥ്യത്തിൻ്റെ നിഗൂഢതയിൽ നഷ്ടപ്പെടാൻ, ദൈവത്തിൻ്റെ മഹത്വത്താൽ ഒഴുകി പോകാൻ നമുക്കിടവരണം. അങ്ങനെ ദൈവം ആരാണെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവരായി മാറും. പ്രിയപ്പെട്ടവരെ, നിലനിൽക്കുന്ന എല്ലാറ്റിൻ്റെയും നന്മ എപ്പോഴും ദൈവമാവുന്ന 3 വ്യക്തികൾ ഐക്യത്തോടെയുള്ള ജീവിതമാണ്. ആ ദൈവത്തിൻ്റെ പ്രതിച്ഛായ വാഹകരായി നമുക്ക് മാറാൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ Paulachon CSSR from Kerala.